ഈ യുവാവ് രാത്രിയിൽ അയാളുടെ വീട്ടുജോലിക്കാരിയുടെ മുറിയിലേക്ക് കടന്ന് അവളുടെ കട്ടിലിൽ അവളോടൊപ്പം കിടക്കുന്നു. ആ പെൺകുട്ടി ഉറങ്ങുകയാണെന്ന് കരുതിയ ആ യുവാവ് ആവട്ടെ അവളെ കിസ് ചെയ്യാൻ പോകുന്നു. ഉടനടി തന്നെ പെൺകുട്ടി അവളുടെ കണ്ണുകൾ തുറക്കുന്നു. പെട്ടെന്ന് അവൾ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അവളെ വലിച്ചടിപ്പിച്ച് അവന്റെ അടുത്തേക്ക് കിടത്തുന്നു. അവന്റെ പിടിവിട്ട് പെൺകുട്ടിക്ക് പോവാൻ സാധിക്കില്ല എന്ന് അവൾക്ക് നല്ല പോലെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ശാന്തമായി അവന്റെ കൂടെ പറയുന്നുണ്ട്, നമ്മൾ തമ്മിൽ 10 വയസ്സിന് പ്രായവ്യത്യാസമുണ്ട്, അത് നീ ഓർക്കണം. പക്ഷേ യുവാവ് അത് കേട്ട ഭാവം പോലും നടിക്കാതെ അവളെ ഒന്നും കൂടെ മുറുക്കെ പിടിച്ചതേയുള്ളൂ. അതിനുശേഷം അവളുടെ കൂടെ അവന് ഉറങ്ങാൻ വേണ്ടിയിട്ട് കഥ പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. 6 വർഷങ്ങൾക്ക് മുമ്പ് ഗർഭിണിയായ ഈ പെൺകുട്ടിയാവട്ടെ അവളുടെ മുൻ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്ത് ഉപജീവന മാർഗത്തിനായി ധനിക കുടുംബത്തിലെ ഒരു വേലക്കാരിയായി ജോലി ചെയ്യാനായി എത്തുന്നു. പെൺകുട്ടിയുടെ മുൻ ഭർത്താവട്ടെ അവളൊരു കപടക്കാരിയായ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞ് അവളുടെ ജോലി ഇല്ലാതാക്കാനായിട്ട് മനഃപൂർവ്വം കുറെ ഫേക്കായിട്ടുള്ള ഫോട്ടോസുമായി ധനികന്റെ മുൻപിൽ വരുന്നു. അയാളുടെ വാക്കുകളൊന്നും ധനികൻ വിശ്വസിക്കുന്നില്ല. ആ ധനികൻ ബോഡി ഗാർഡ്സിനെ കൊണ്ട് അയാളെ പുറത്തേക്ക് തൂക്കിയെറിയുന്നുണ്ട്. തന്റെ മുൻ ഭർത്താവ് കാരണം ധനികന് കുറേയധികം സമയം നഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർത്തിട്ട് അവൾക്ക് കുറ്റബോധം തോന്നുന്നു. അവള് എളിമയോടെ തന്നെ ഈ ജോലി ഉപേക്ഷിക്കുകയാണെന്ന് പറയുന്നു. എന്നാൽ വളരെയധികം ദയയുള്ള ആ ധനികനായ മനുഷ്യൻ അവളോട് അവിടെ ജോലി തുടരാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ പെൺകുട്ടി ധനികന്റെ മകനെ ആദ്യമായി കാണുന്നുണ്ട്. ആ യുവാവിന് തീരെ അവളെ ഇഷ്ടമായില്ല. ആ ആൺകുട്ടി അവളോട് ചോദിക്കുന്നുണ്ട്, ഇത്ര ചെറുപ്പമായ നീ എന്തിനാണ് ഒരു വീട്ടുജോലിക്കാരിയായി ജോലി നോക്കുന്നേന്ന്. പെൺകുട്ടി പതിയെ അവളുടെ വയറിൽ തലോടിക്കൊണ്ട് പറയുന്നുണ്ട് അവൾക്ക് പോകാൻ മറ്റൊരിടം ഇല്ല എന്ന്. ഇത് കേട്ടപ്പോൾ യുവാവിന് അവളോടുള്ള മനോഭാവത്തിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. അവന്റെ നേരെ അവൾ കൈ നീട്ടുന്നുണ്ടെങ്കിലും അവൻ അത് അവഗണിച്ച് അവിടെ നിന്ന് പോകുന്നു. അവളുമായി അടുക്കാൻ അവൻ താല്പര്യപ്പെടുന്നുണ്ടായിരുന്നില്ല. ധനികൻ പെൺകുട്ടിയോട് പറയുന്നുണ്ട് തന്റെ ഭാര്യ തന്റെ മകന് 3 വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടതാണ്. അവൻ മറ്റുള്ളവരോട് നല്ല പോലെ തന്നെയാണ് പെരുമാറുന്നത്. അത് മാത്രമല്ല അവൻ നല്ല ബുദ്ധിമാനുമാണ്. എന്നിരുന്നാലും ധനികന് നല്ലപോലെ അറിയാമായിരുന്നു തന്റെ മകന് ഒരു അമ്മയുടെ സ്നേഹം ലഭിച്ചിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ പെൺകുട്ടിയോട് അവന് പ്രത്യേക കെയർ കൊടുത്ത് നോക്കാൻ പറയുന്നു. അതിനുശേഷമുള്ള പെൺകുട്ടിയുടെ ദിവസങ്ങൾ വളരെയധികം സമാധാനപൂരിതവും സന്തോഷകരവുമായിരുന്നു. ആൺകുട്ടി പതിയെ തന്നെ അവളെ അംഗീകരിക്കാൻ തുടങ്ങിയിരുന്നു.